പറഞ്ഞോ. ഓ 11 കഴിയുമ്പോഴോ? ശരി ശരി, അവിടെ തന്നെ ഓക്കെ അല്ലേ? അതറിയാം. ശരി ശരി, ഓക്കെ ശരി. കൃഷ്ണേട്ടാ? വക്കീല 11 മണി കഴിയുമ്പോ തന്നെ നമ്മുടെ കേസ് എടുക്കുമെന്നാ പറയുന്നത്. കൃഷ്ണേട്ടാ, വേറെ കുഴപ്പമൊന്നും വരില്ലല്ലോ? നമുക്ക് വേണ്ടിയാ ദാസേട്ടന്റെ മോള്. എന്താകില്ലേ നീ ഇങ്ങനെ? നമ്മൾ അവളെ ഇറക്കാനല്ലേ ഈ പോകുന്നത്, ജയിലിലേക്ക് പറഞ്ഞേക്കാനൊന്നും അല്ലല്ലോ. ഞാൻ അറിഞ്ഞിടത്തോളം അത്ര ഈസി അല്ല കാര്യങ്ങള്. എതിർഭാഗം തെളിവുകളും സാക്ഷികളും വളരെ ശക്തമാ. വക്കീലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നാ കേൾക്കുന്നേ. എന്തായാലും ശരി, ഏത് വിധേനയും കല്യാണി നമുക്ക് പുറത്തിറക്കിയേ പറ്റൂ. അന്വേഷിച്ചിടത്തോളം കംപ്ലൈന്റ് കൊടുത്ത പെൺപിള്ളേരെ പിന്നിൽ ശക്തമായിട്ട് ആരോ ഉണ്ടെന്നാ. അത് അവളാവാനാ ചാൻസ്. ആ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അനുഭവിക്കാനാ യോഗമെങ്കിൽ അനുഭവിച്ചേ പറ്റൂ. ആ കല്യാണിയുടെ ജാതകത്തിൽ ചിലപ്പോ ജയിൽവാസവും പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും നമ്മളെ ആരെയും ഉപദ്രവിക്കാതെ അവൾ അതങ്ങ് ഏറ്റുപിടിച്ചത് ഭാഗ്യായി എന്നാ എന്റെ ഒരു തോന്നല്. മതി നോക്ക്, നമ്മുടെ കുടുംബക്കാർക്കില്ലാത്ത അടുപ്പമാ അവൾ ഈ കുടുംബത്തോട് കാണിച്ചത്. അത് ഓർക്കണം നമ്മള്. കോടതിയിൽ നിന്നും ഇന്ന് അവളെയും കൊണ്ടേ അഖിലാണ്ടേശ്വരി മടങ്ങും. അതെന്റെ തീരുമാനം. ആന്റി, 11 മണിക്ക് കേസ് വാദം തുടങ്ങും. ഇപ്പോഴേ ഇറങ്ങിയാലേ അങ്ങ് എത്താൻ പറ്റൂ. പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക്കും ഉണ്ട്. ഇറങ്ങാം. അരവിന്ദ്, ആനന്ദ് റെഡിയായില്ലേ? ഇതുവരെ കണ്ടില്ലല്ലോ. ബ്രോ നേരത്തെ പോയമ്മേ. നേരത്തെ പോയോ? ശബരി, ആനന്ദ് എവിടെ പോയി? എനിക്കറിയില്ല ആന്റി, എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അഖിലേ, അവനൊരു പക്ഷെ നേരത്തെ അങ്ങ് കോടതിയിൽ എത്തിക്കാണോ? നമുക്കിറങ്ങാം, വാ. ദാ വരുന്നു കൃഷ്ണേട്ടാ. ഞാനൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. ഒരു 2 മിനിറ്റ്. ശരി, പെട്ടെന്നായിക്കോട്ടെ. തൃശ്ശംബരത്തിന്റെ മാനം കാക്കാൻ മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള വക്കീലിനെ വരെ കൊണ്ടുവന്നിരിക്കും അഖിലാണ്ടേശ്വരി. വേണമെങ്കിൽ മുംബൈയിൽ നിന്നും ദില്ലിയിൽ നിന്നും പണവും അധികാരവും വെച്ച് നിയമത്തിനെ വരെ തന്റെ വഴിക്ക് വളച്ചുകൊണ്ടുവരാൻ വിൽപ്പവർ ഉള്ളവരവര്. ഷീസ് എ ഡെവിൾ. ഒരു സ്ത്രീയല്ല അവര്, ചെകുത്താനാ. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു വഴിയില്ല മാഡം. ഇന്ത്യ ഇപ്പോഴും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാ. നിയമത്തിന്റെ വലിപ്പവും വെയിറ്റും ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല, ഈ കേസിൽ ഇപ്പോൾ സാക്ഷികളും തെളിവുകളും എല്ലാം അവർക്കെതിരാണ്. ഒപ്പം അവരുടെ ഭാഗത്തുനിന്ന് തെളിവുകളെയോ സാക്ഷികളെയോ ഇതുവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനന്ദ് ഹെർബൽ കമ്പനി എന്നേക്കുമായി അടച്ചുപൂട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുമാത്രം മതി ഈ ആനന്ദ് കൃഷ്ണന് കമ്പി എണ്ണി അകത്ത് കിടക്കാൻ. ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. പബ്ലിക്കായി എന്റെ മാനം കെടുത്തിയ ആ അഖിലാണ്ടേശ്വരി കോടതിയിൽ വിധി കേട്ട് ബോധം കെട്ട് വീഴണം. അപമാനവും സങ്കടവും കൊണ്ട് ആ കണ്ണുകളിൽ നിന്നും ചോര പൊടിയുന്നത് എനിക്ക് നേരിട്ട് കാണണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ. ഉന്നാര മോൻ ആനന്ദിന്റെ കൈകളിൽ വിലങ്ങ് വീഴണം. ആ ഒരു ഒറ്റ ഷോക്കേ അവർ കേൾക്കൂ. മാഡം, ഈ പറഞ്ഞതൊക്കെ ഇന്ന് കോടതിയിൽ നടന്നിരിക്കും. ഐ റിപ്പീറ്റ്, യു ക്യാൻ ട്രസ്റ്റ് മീ ബൈ ഓൾ മീൻസ്. യെസ്, ഐ ട്രസ്റ്റ് യു ബൈ ഓൾ മീൻസ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കല്യാണിക്ക് ഇന്ന് ജാമ്യം കിട്ടിയിരിക്കണം. അതിന് എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ഈ കോടതിയിൽ നിന്ന് കല്യാണി ഇല്ലാതെ അഖിലാണ്ടേശ്വരി തിരുച്ചമ്പരത്തേക്ക് മടങ്ങില്ല. തീരുമാനം അത്. അഖിലേ, എന്താ ഇത്? കേസ് കോടതിയിലാണ്, വിസ്താരം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അറിയാം കൃഷ്ണേട്ടാ, അറിയാം. പക്ഷേ അവിടെ ഒരാൾ നെഞ്ചു പൊട്ടിയിരിക്കുന്നത് കൃഷ്ണേട്ടൻ കണ്ടിട്ടല്ലേ വരുന്നത്? മടങ്ങി ചെല്ലുമ്പോ കൂടെ കല്യാണി ഇല്ലെങ്കിൽ ദാസേട്ടനോട് നമ്മൾ എന്തു പറയും? മുഖത്ത് നോക്കാൻ പറ്റുമോ നമുക്ക്? മാഡം പ്ലീസ്, ഞാൻ വേണ്ടതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ബി കോൺഫിഡന്റ്. നമ്മൾ ജയിക്കും. അറിയാം, അഖില പെട്ടെന്ന് എമോഷണലായത്. ഏതായാലും വക്കീലകത്തേക്ക് ചെല്ലും, ഞങ്ങൾ വരാം. എന്താ അമ്മ ഇത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് ഇമോഷണൽ ആയാലോ? വല്ല കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ശരി. എന്റെ അമ്മയെ കല്യാണി ആരും കൊന്നിട്ടൊന്നുമില്ലല്ലോ ജാമ്യം കിട്ടാതിരിക്കാൻ. ഈ കേസ് നിൽക്കില്ലമ്മേ. ദേ, കല്യാണിക്ക് പുഷ്പം പോലെ ജാമ്യം കിട്ടും, അത് ഉറപ്പാ.
മാഡം, കല്യാണി മോളെ അച്ഛനും അനിയൻകുട്ടനും വരണമെന്ന് വാശി പിടിച്ചതാ. കല്യാണിയെ ഈ അവസ്ഥയിൽ കാണണ്ടെന്ന് ഞാനാ പറഞ്ഞത്. നിന്നെയും കൊണ്ടേ വീട്ടിൽ തിരിച്ചു ചെല്ലുമെന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആനന്ദ് കേസിന്റെ എന്തോ കാര്യമായിട്ട് പോയതാ, ഇപ്പൊ എത്തും. നടക്ക്. മുഖത്തെ തുണിയൊന്നു മാറ്റാം. ബഹുമാനപ്പെട്ട കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെടട്ടെ കാര്യങ്ങൾ. ലാഭക്കൊതി മൂത്ത ബിസിനസ് രാജാക്കന്മാരുടെ ഇരകളാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനോ ഭാവി ജീവിതത്തിനോ വില കൊടുക്കാതെ കാശുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ബഹുമാനപ്പെട്ട കോടതി കേൾക്കണം. സംഭവിച്ച കാര്യങ്ങൾ പറയൂ, എല്ലാവരും കേൾക്കട്ടെ. അടുത്ത 14-ാം തീയതി എന്റെ കല്യാണമാണ്. കല്യാണമല്ലേ, ഒരു ക്രീം വാങ്ങി തേച്ച് കളയാമെന്ന് വിചാരിച്ചതാ. നല്ല പരസ്യം കണ്ട ആനന്ദ് ഗ്രൂപ്പിന്റെ ഹെർബൽ ക്രീം വാങ്ങി ഉപയോഗിച്ചത്. പക്ഷേ അത് തേച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയി എന്റെ മുഖം. ഇങ്ങനെ എന്റെ രൂപം കണ്ടപ്പോ കല്യാണം കഴിക്കാനിരുന്ന ചെക്കന് ഇനി എന്നെ വേണ്ടെന്ന തീരുമാനം. എന്റെ കല്യാണം മുടക്കിയതിനും ജീവിതം തന്നെ നശിപ്പിച്ചതിനും കാരണം ഈ ഹെർബൽ ക്രീമും ഇതുണ്ടാക്കിയവരുമാണ്. എന്റെ കാര്യം അതിലും കഷ്ടമാ സർ. കല്യാണം കഴിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബം എന്റേത്. പക്ഷെ എന്റെ മുഖം ഇങ്ങനെ ആയതിനു ശേഷം 2 വയസ്സുള്ള എന്റെ മോൾക്ക് എന്നെ കാണുന്നത് പോലും പേടിയായിപ്പോ. ഭർത്താവിന്റെ വീട്ടുകാര് എന്നെ വീട്ടിൽ നിന്നേ അടിച്ചിറക്കി. എനിക്ക് എന്റെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടു. സ്വന്തക്കാര് പോലും ഇപ്പൊ എന്റെ മുഖത്ത് നോക്കാത്ത അവസ്ഥയാ. ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്റെ മുമ്പില്. കുറ്റം മുഴുവൻ ചെയ്തിട്ട് അതെല്ലാം ഈ പാവം പെൺകുട്ടിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കിയതിന് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ എന്ന കുറ്റവാളിക്ക് മേൽ IPC 122B, 420, 320 എന്നീ വകുപ്പുകൾ കൂടി ചുമത്തി പരമാവധി ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ എങ്ങനെ കുറ്റവാളിയാക്കാൻ കഴിയും? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD സ്ഥാനത്ത് പോലും ഇപ്പൊ അദ്ദേഹം ഇല്ല. ആനന്ദ് ഹെർബൽ പ്രോഡക്ട്സ് ആരംഭിച്ചത് തന്നെ മിസ്റ്റർ ആനന്ദ് കൃഷ്ണനാണ്.
മാത്രമല്ല ഈ സമീപകാലത്താണ് അദ്ദേഹം MD സ്ഥാനത്തു നിന്നും ലീവ് എടുത്തു മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. യെസ്, പെർമിഷൻ ഗ്രാൻഡഡ്. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ, തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ, തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ. അമ്മ വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോയിട്ട് വാ. ഞാൻ തൃച്ചംബരത്ത് തറവാട്ടിലെ സൗകര്യങ്ങൾക്കനുസരിച്ച് കള്ളം പറയാറില്ല. മനസാക്ഷിയെ മുൻനിർത്തി പറയുന്നു, സത്യം മാത്രമേ കോടതിയെ ധരിപ്പിക്കൂ. ഇത് സത്യം, സത്യം, സത്യം. മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ, താങ്കൾ എന്തിനാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD സ്ഥാനത്തു നിന്നും ലീവ് എടുത്തത്? പറ. ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന അടുക്കളക്കാരിയെ കാണാനാണെന്ന് പറ. ലീവ് എടുത്തിട്ട് 2 ആഴ്ചയായി. കാരണം പേഴ്സണലാ, അതിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പതിനഞ്ച് കമ്പനികൾക്ക് MD ആയിരുന്നല്ലോ താങ്കൾ. അപ്പോൾ 16-മതൊരു ഹെർബൽ ബ്യൂട്ടി കമ്പനി പെട്ടെന്ന് തുടങ്ങാൻ കാരണം? ഒബ്ജക്ഷൻ യുവർ ഓണർ. കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എതിർഭാഗം വക്കീൽ എന്റെ കക്ഷിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അല്ല യുവർ ഓണർ. ആനന്ദ് കൃഷ്ണന് പണമാണ് എന്തിലും വലുത് എന്ന് തെളിയിക്കാനാണ് ഈ ചോദ്യം. താങ്കൾ 16-മത് കമ്പനി ഓപ്പൺ ചെയ്യാൻ കാരണം? ഞാനാണ് കാരണം. ഞാനാണ് ചെമ്പരത്തിപ്പൂ കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാ കുറച്ചധികം പേർക്ക് ജോലി നൽകാനാകുമല്ലോ എന്ന് കരുതി വലിയ വലിയ കമ്പനി തുടങ്ങിയത് തന്നെ. ഈ പറഞ്ഞത് ശരിയാണോ മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ? അതെ, അതാണ് സത്യം. കല്യാണിയാണ് ഈ ഹെർബൽ കമ്പനി തുടങ്ങാൻ പ്രേരണയായത്. അപ്പൊ അതുകൊണ്ടായിരിക്കും കല്യാണിക്ക് പേറ്റന്റ് റൈറ്റ് കൊടുത്തതും കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയതും അല്ലേ? കല്യാണിക്ക് പേറ്റന്റ് റൈറ്റ് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് കല്യാണിക്ക് കഴിവുള്ളതുകൊണ്ടാണ്. കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് പ്രോഡക്റ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് ബിസിനസ് വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ കല്യാണിക്ക് പേറ്റന്റ് റൈറ്റ് കൊടുത്തത് ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള താങ്കളുടെ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞ? ദൈവം പോലും സഹിക്കില്ല. മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാത്ത ആളാ വലിയ കുഞ്ഞ്. അങ്ങനെയുള്ള ഞങ്ങളുടെ വലിയ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനത്താ വലിയ കുഞ്ഞ്. സർ, ഈ മേഡം പറഞ്ഞതെല്ലാം കള്ളവാ. ദൈവത്തെ ഓർത്ത് ഇതൊന്നും വിശ്വസിക്കരുത്. മിസ്റ്റർ ശ്രീകുമാർ, യെസ് മാഡം. 25 ലക്ഷം തരും. എല്ലാം രഹസ്യമായിരിക്കണം. വെറും രഹസ്യമല്ല, ഒരിക്കലും പുറം ലോകം അറിയാത്ത രഹസ്യം. അങ്ങനെ തന്നെ ആയിരിക്കും മാഡം. അങ്ങനെ തന്നെ ആവണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഇതിന് പിന്നിൽ പ്രിയങ്ക ഇല്ലെന്നേ വരാവൂ. മറിച്ചായാൽ കുടുംബത്തെ മുഴുവൻ തന്റെ മുന്നിലിട്ട് കാത്തിക്കും ഞാൻ. അവസാനത്തെ കൊള്ളി തണിക്കും. ഇത് പ്രിയങ്ക വർമ്മയാ, ഓർമ്മയിരിക്കട്ടെ. ഓർമ്മയുണ്ട് മാഡം, വേണ്ടതുപോലെ ചെയ്തോളാം. വെരി ഗുഡ്.
എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ മാഡം. ശരി മാഡം. ഓക്കെ അല്ലേ? യെസ്, പോവാം നമുക്ക്. കേസ് നമ്പർ 519/2019 വിസ്താരം നടന്നതിൽ കുറ്റം ആരോപിച്ചിരുന്ന കല്യാണി, ആനന്ദ് കൃഷ്ണൻ എന്നിവർ കുറ്റക്കാരല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവരെ ഇരുവരെയും നിരുപാധികം വെറുതെ വിടാനും സീല് ചെയ്ത ഹെർബൽ കമ്പനി തുറന്നു കൊടുക്കാനും ഈ കോടതി ഉത്തരവിടുകയാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശ്രീകുമാറിന് 3 കൊല്ലം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. കുറ്റം ചെയ്യുന്നത് പോലെ തന്നെയാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും എന്നതിനാൽ മിസ് പ്രിയങ്ക വർമ്മയ്ക്കെതിരെ IPC 122B, IPC 326, IPC 420 എന്നീ വകുപ്പുകൾ ചുമത്തി പുതിയ ചാർജ് ഷീറ്റ് എഴുതാനും ഈ കേസ് പുതിയതായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കോടതി ഉത്തരവിടുന്നു. വെല്ലുവിളിക്കാൻ എളുപ്പോ? ആരെ കൊണ്ടും പറ്റും. കൂട്ടത്തിൽ അത് നടത്തി കാണിക്കണം. അതാ കഴിവ്. ഉണ്ടുറങ്ങി ജയിലിൽ നിന്ന് വരുമ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. കൊണ്ടുവരൂ. ചേച്ചി, അനിയൻകുട്ടാ. മോളെ, കോടതിക്ക് സത്യം മനസ്സിലായി എന്റെ മോളെ വെറുതെ വിട്ടുവല്ലേ? അതങ്ങനെ വരൂ. 1000 കള്ളം പറഞ്ഞുണ്ടാക്കി ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളെ കുരുക്കാൻ കഴിയും. പക്ഷേ ആത്യന്തിക വിജയം ദൈവം അറിയുന്ന സത്യത്തിലാ. അതാ ഇപ്പൊ തന്നെ മോൾക്ക് ഈ വിടുതൽ കിട്ടിയത്. ചേച്ചിയുടെ എന്ത് കോലോ ഇത്. ആദ്യം പോയൊന്ന് കുളിക്ക്, എന്നിട്ട് അച്ഛൻ അവിടെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം.